നമ്മളൊരു ക്യാമറയായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ണാടിയായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ആ ക്യാമറയിൽ അല്ലെങ്കിൽ കണ്ണാടിയിൽ പതിയണ കുറേ മനുഷ്യന്മാര്, ഓരോ മനുഷ്യരും ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമായിരിക്കും. അവരുടെയൊക്കെ ജീവിത രീതികള്, അവരുടെയൊക്കെ ആവശ്യങ്ങള്, അവരുടെയൊക്കെ താല്പര്യങ്ങള്, അവരുടെയൊക്കെ സ്വഭാവം, അങ്ങനെ എല്ലാം വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള കുറെ വ്യത്യസ്ത മനുഷ്യരെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് എ ബ്രിഡ് ഷൈൻ സ്പാ എന്ന സിനിമയിലൂടെ. സമൂഹം എന്തു വിചാരിക്കും, മാന്യന്മാർ തെറ്റു പറയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്പാ തുടങ്ങുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് തട്ടിൽ, പ്രശാന്ത് അലക്സാണ്ടർ, മേജർ രവി, വിജയ് മേനോൻ, ദിനേശ് പ്രഭാകർ, ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, ശ്രീജ ദാസ്, പൂജിത മേനോൻ തുടങ്ങി നിരവധി താരങ്ങളുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയ്ക്കകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു സ്പായുടെ ഉള്ളിലാണ്. സ്പൈയുടെ പുറത്തുള്ള ഷോട്ടുകൾ അല്ലെങ്കിൽ സീനുകൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് പ്രശാന്ത് അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ കുടുംബവും വരുന്ന ആദ്യ രംഗമാണ്. അത് ഒരു ഹോട്ടലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹോട്ടലിന് പുറത്തൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ആ ഫോട്ടോഷൂട്ടിൽ അഭിനയിക്കുന്ന നടി ഇറക്കം കുറഞ്ഞ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അത് കണ്ട് അതിനെതിരെ സംസാരിക്കുന്ന ആളാണ് പ്രശാന്ത് അലക്സാണ്ടറിന്റെ ഭാര്യ. അതിനുശേഷം ആ ഹോട്ടലിൽ നിന്ന് പ്രശാന്ത് അലക്സാണ്ടറും കുടുംബവും കാറ് കയറി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ പോകുന്നതിനിടയ്ക്ക് മക്കൾ പരസ്പരം സംസാരിക്കുമ്പോൾ ചില വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, നമ്മൾ ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ. പ്രശാന്ത് അലക്സാണ്ടർ അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ ഒരു ടിപ്പിക്കൽ മലയാളി കുടുംബമാണ് പ്രശാന്ത് അലക്സാണ്ടറിന്റെ കുടുംബം. അവിടെ നിന്ന് തുടങ്ങുന്ന സിനിമ നേരെ സ്പായുടെ ഉള്ളിലേക്ക് ക്യാമറ തിരിച്ചു വയ്ക്കുന്നു. അവിടെ കാണുന്ന കാഴ്ചകളോ ഓരോ ദിവസം വന്നു പോകുന്ന ഓരോ മനുഷ്യരും. അങ്ങനെ വന്നു പോകുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് വിജയ് മേനോനും ദിനേശ് പ്രഭാകരും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. ഇതിൽ വിജയ് മേനോന്റേത് ഒരു ആർട്ടിസ്റ്റ് ആണ്. അയാൾക്ക് സ്പായിലേക്ക് വരുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ ചിത്രത്തിന് ആവശ്യമായ ഒരാളെ, ഒരു മോഡലിനെ കിട്ടുക എന്നുള്ളതാണ്. ദിനേശ് പ്രഭാകർ ആകട്ടെ, അയാൾ ഒരു എഴുത്തുകാരനാണ്. അയാൾക്ക് സ്പായിലേക്ക് വരുമ്പോൾ അയാളുടെ താല്പര്യങ്ങൾ ഒരു എഴുത്തുകാരന്റെ കാൽപ്പനിക സൗന്ദര്യത്തോട് ചേർന്ന് നിൽക്കുന്ന താല്പര്യങ്ങളാണ്. അയാൾക്ക് ഇന്ന പോലത്തെ വസ്ത്രം ധരിച്ചു വന്നു വേണം തന്നെ മസാജ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അയാളുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ അയാൾ ഒരു നെടുനീളൻ കവിത ചൊല്ലിയിട്ടാണ് ആ രംഗം അവസാനിപ്പിക്കുന്നത്. അതുപോലെ വിനീത് തട്ടിൽ, അദ്ദേഹം ചെയ്തിട്ടുള്ളത് മരപ്പണിക്കാരന്റെ റോളാണ്. ഒരു നിഷ്കളങ്കരായ മനുഷ്യൻ, സ്ത്രീ സാമീപ്യം അനുഭവിക്കാത്ത, സ്ത്രീ സ്പർശനം അനുഭവിക്കാത്ത, അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ. അയാൾ സ്പായിലേക്ക് വരുന്നത് അയാളുടെ സുഹൃത്തിന്റെ നിർബന്ധം കൊണ്ടാണ്. അങ്ങനെ വന്നു പോവുകയും അതിനുശേഷം സ്പായിലെ റിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ ജീവിതം ത്തിനോട് വല്ലാത്ത, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനോട് വല്ലാത്ത പ്രേമം തോന്നുകയും തന്റെ കൂടെ വിളിച്ചുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് വിനീത് തട്ടിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിചാരം സ്പായിലുള്ള സ്ത്രീകളെല്ലാം അവിടെ തടങ്കലിൽ കഴിയുന്നവരാണ്. അവരങ്ങനെ ആ ഒരു വഴിക്ക് അപ്പുറത്തേക്ക് അവർക്ക് കടന്ന് സഞ്ചരിക്കാൻ പല സാഹചര്യങ്ങൾ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെയാണ്. ഒരു സ്പായിലോ ഒരു ബാറിലോ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളെ ഇതുവരെയും മലയാള സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ആ രീതിയിലൊക്കെ തന്നെയാണ്. മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നവര്, അവരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ കണ്ണീരിന്റെ കഥ, അതൊക്കെയാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ സ്പായിൽ അങ്ങനത്തെ സ്ത്രീകളൊന്നുമില്ല. അവർക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം, എപ്പോ വേണമെങ്കിലും കയറി വരാം. പക്ഷെ അവര് അവരുടെ ഒരു പ്രൊഫഷനായി ഈ ജോലിയൊക്കെ കാണുകയും ഹാപ്പി എൻഡിങ് പോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ. അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ചെയ്യുന്ന ജോലിയോട് മടുപ്പോ അല്ലെങ്കിൽ അതിനോടൊരു വിരോധമോ ഇത് ഞങ്ങളുടെ ദുരവസ്ഥയാണെന്നുള്ള തോന്നലോ ഒന്നുമില്ല. അതാണ് ഇതിലത്തെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശ്രുതി ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് ലീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അതുപോലെ പൂജിത മേനോൻ ചെയ്തിട്ടുള്ള റിസപ്ഷനിസ്റ്റ് ഒരു രക്ഷയില്ല. ആദ്യം മുതൽ അവസാനം വരെയും നല്ല പെർഫോമൻസ് രസകരമായി തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ഒരു ഫിലിം ഡയറക്ടറുടെ റോളാണ് ചെയ്യുന്നത്. അയാള് ഈ സ്പായിലേക്ക് വരുമ്പോൾ അവിടെ ഹാപ്പി എൻഡിങ്ങോ മറ്റു കാര്യങ്ങളോ മസാജോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ കൺസിഡറേഷൻ. അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്ന് പഠിക്കാനാണ്. തന്റെ സിനിമയ്ക്ക് ആവശ്യമായ കഥാപാത്രങ്ങളെ ഒരു സ്പായിൽ നിന്ന് കണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമവും അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളും എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. പിന്നൊരു കഥാപാത്രം
ഉള്ളത് ഒരു ഡോക്ടറുടെ കഥാപാത്രമാണ്. അനസ്തേഷ്യസ്റ്റ് ആണ് അയാള്. എല്ലാവരെയും വേദനയിൽ നിന്ന് മയക്കി കിടത്തി മോചിതനാക്കുന്ന ഡോക്ടർ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഫീലിങ്സ് വരണമെങ്കിൽ അസാധാരണമായ വേദന ഉണ്ടാവണം. ആ സ്പൈല് അയാളെ മസാജ് ചെയ്യാൻ വരുന്ന ആളോട് പറയുന്നത് തന്നെ ചൂരൽ കൊണ്ടടിക്കണം, അതുപോലെ മെഴുകുതിരി ഉരുക്കി ദേഹത്തൊഴിക്കണം. അങ്ങനത്തെ കുറെ ഫാന്റസികളാണ് അദ്ദേഹത്തിനുള്ളത്. ആദ്യ പകുതി ഭയങ്കര തമാശയായി കുറെ ജീവിതങ്ങൾ കാണിച്ച് അവരൊക്കെ എത്തരത്തിലുള്ള മനുഷ്യന്മാരാണെന്ന് കാണിച്ചൊക്കെ പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ഒരു ടേൺ എടുക്കുന്നുണ്ട്. ആ ടേൺ എടുക്കുന്നത് മുതൽ സിനിമ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്പൈയുടെ ക്യാമറ വർക്കും പശ്ചാത്തല സംഗീതവും എല്ലാം രസകരമാണ്. ഈ സിനിമയുടെ എൻഡിങ് ഭയങ്കര രസമാണ്. പ്രശാന്ത് അലക്സാണ്ടറും കുടുംബവും കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അങ്ങനെ പോകുമ്പോൾ പ്രശാന്തിന് പെട്ടെന്ന് കാറിന്റെ ബ്രേക്ക് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ ബ്രേക്ക് ഇടുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഭാര്യ ആദ്യം കുട്ടി ഉപയോഗിച്ച അതേ വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുട്ടി പിൻസീറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അമ്മ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വാക്കാണ്. അങ്ങനെ കൃത്യമായൊരു റൗണ്ട്നെസ് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ അവസാനിക്കുന്ന രീതി. അതിരസകരവും ലോജിക്കലി കണക്റ്റഡുമായ ഒന്നാം പകുതിയും അത്ര തന്നെ രസകരമല്ലാത്ത എന്നാൽ ലോജിക്കിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന രണ്ടാം പകുതിയും. ആദ്യ പകുതിയിലെ ആദ്യ രംഗത്തോട് കണക്ട് ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സുമുള്ള തിരക്കേടില്ലാത്ത ഒരു സിനിമ തന്നെയാണ് സ്പാ.